ഓട്സ് യൂസ് ചെയ്തിട്ട് കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ലൈ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കണം. ഏതൊരു സോപ്പ് ഈ കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലൈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ലൈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? വാട്ടർ, ഇതിന് വേണ്ടിയിട്ട് വാട്ടർ 258 ഗ്രാം വാട്ടറും NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് 127 ഗ്രാം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി യൂസ് ചെയ്തേക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും ആണ്. ടോട്ടൽ ഓയിൽ 1000 ഗ്രാം, അതായത് 1000 ഗ്രാം ഓയിലാണ് ടോട്ടലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ 300 ഗ്രാമും ഒലിവ് ഓയിൽ 700 ഗ്രാമുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞിട്ടും. പൗഡേർഡ് ഫോമല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ ഉണ്ടാക്കി വെച്ച ലൈ സൊല്യൂഷൻ ഇല്ലേ, അത് ഈ ഓയിലിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ലൈ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും നോക്കണം. അത് 40 to 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആവാൻ പാടില്ല, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം ഈ ഓയിലിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും എടുത്തേക്കണോണ്ട് ഇതിന് മെൽറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചറോ ഓക്കെ ആണ്. എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 40 to 45 ഡിഗ്രി അത്രേ ടെമ്പറേച്ചർ പാടുള്ളൂ നമ്മൾ ലൈ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴേക്കും. ഓക്കെ, അതിനുശേഷം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും ഈ ഫസ്റ്റുള്ള കളറല്ല, ഈ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഓയിലും ലൈ സൊല്യൂഷനും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു കളർ, അതിന് ട്രേസ് എന്ന് പറയും. അപ്പോൾ ഈ കളറിലോട്ട് വന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ലൈ സൊല്യൂഷനും ഈ ഓയിലും തമ്മിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. ഓക്കെ, അതിന് ശേഷം ഈ ഓട്സ് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നില്ലേ, ഇത് പൗഡേർഡ് ഫോം അല്ല കേട്ടോ, കണ്ട കുറച്ച് ഇതുണ്ട്. അപ്പോൾ ആ ഓട്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്ന ഓട്സ് 2 ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറവാണെന്ന് തോന്നിയാൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഓട്സും എല്ലാം ഈ ഓയിലും ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടിരിക്കണം. അതിനുശേഷം ഈ സോഡിയം ലാക്റ്റേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു 10 ഗ്രാം. ഓക്കെ, 10 ഗ്രാം സോഡിയം ലാക്റ്റേറ്റ്. ഈ സോഡിയം ലാക്റ്റേറ്റ് നമ്മൾ ലൈ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കില്ലേ, ആ ടൈമിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നെയാണെങ്കിൽ കുഴപ്പമില്ല, മറ്റേതാണ് ഇത്തിരി കൂടി എഫക്റ്റീവായിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ, ഞാനിവിടെ ലെമൺ എസെൻഷ്യൽ ഓയിലും സ്വീറ്റ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, രണ്ടും കൂടി മിക്സ്. ഇപ്പോൾ ഇതൊരു 1000 ഗ്രാം ആയതുകൊണ്ട് അതിനൊരു 20 ഗ്രാം വരെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കുറേ നേരം മിക്സ് ചെയ്യണ്ട, അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് കുറേ നേരം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടാവും, കുറഞ്ഞു പോവും. അപ്പോൾ ആ സ്മെല്ല് കളയാണ്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, എസെൻഷ്യൽ ഓയിൽ ഇപ്പോൾ ലെമണും സ്വീറ്റ് ഓറഞ്ചും വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് എസെൻഷ്യൽ ഓയിലാണോ ഇഷ്ടം അത് നമുക്ക് ആഡ് ചെയ്യാം. അതൊരു 20 ഗ്രാം വരെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും സ്മെല്ല് വേണ്ടെങ്കിൽ കുറക്കാം. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മോൾഡിലോട്ട് ഇടുക. 24 to 48 hour വരെ
അതായത് 24 മണിക്കൂർ തുടങ്ങി 48 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. കോൾഡ് പ്രോസസ് സോപ്പല്ലേ, ഇപ്പോൾ ഉണ്ടാക്കിയ അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, ഇപ്പോൾ ഉണ്ടാക്കിയ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ 24 to 48 hours വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ മേളിൽ ഓട്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് പൊടിക്കാത്ത ഓട്സാണ്, നോർമലായിട്ടുള്ള. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. ഇതിനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് 24 to 48 hours നിങ്ങളുടെ ഇഷ്ടം എത്ര. അതിനുശേഷം നിങ്ങൾക്ക് മിനിമം ഒരു 24 hours എങ്കിലും വെക്കണം. പക്ഷേ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മോൾഡിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ അത് സോപ്പൊന്നും സെറ്റായിട്ടുണ്ടാവില്ല. ഇത് ഞാൻ 48 hours കഴിഞ്ഞിട്ട് എടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ, നല്ല ക്രീമി ആയിട്ടിരിക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്മെല്ലും നല്ല സ്മെല്ലാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് കട്ട് ചെയ്യണ ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാം. നോർമൽ കത്തിയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ക്ലീൻ ആയിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് വേണ്ടി മാത്രം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം, നിങ്ങൾക്കിപ്പോൾ കട്ടി കൂടുതലുള്ള പീസസാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കട്ട് ചെയ്യണ ടൈപ്പ് അത്രയും എല്ലാം കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം 4 ആഴ്ച അല്ലെങ്കിൽ 6 week, 4 അല്ലെങ്കിൽ 6, 6 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച അത്രയും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴേ അതിൻ്റെ എല്ലാം അത് ബ്ലെൻഡായി സോപ്പോണിഫിക്കേഷനൊക്കെ നടന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നല്ലൊരു ടെക്സ്ചറും സ്മെല്ലും ആണ്. പറ്റുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ ടൈം.